Hello everyone, welcome back to my channel. Third semester signatures ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് ഈ ഒരു വീഡിയോ. ചാപ്റ്റേഴ്സ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, എല്ലാ ചാപ്റ്റേഴ്സും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടു പഠിക്കുക. ദെൻ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിനെ ബേസ് ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും പിന്നെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസും ആണ്. അപ്പോൾ ഇതിൽ പറയുന്ന ഓരോ ക്വസ്റ്റ്യനും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നിർബന്ധമായിട്ടും ഇതിൽ പറയുന്ന ഓരോ ക്വസ്റ്റ്യൻസും പഠിച്ചിട്ട് വേണം എക്സാമിന് വേണ്ടി പോകാൻ. ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേണിലും ചെറിയൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. ഫസ്റ്റ് സെക്ഷനിൽ 15 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരിക്കുക. അതിൽ മിനിമം 10 ക്വസ്റ്റ്യൻസ് എങ്കിലും നമ്മൾ അറ്റൻഡ് ചെയ്യണം. പക്ഷേ എല്ലാ ക്വസ്റ്റ്യൻസിനും നമുക്ക് ആൻസർ ചെയ്യാനും പറ്റും. ദെൻ സെക്കൻഡ് സെക്ഷനിൽ 8 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. മിനിമം 5 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യണം. എല്ലാ ക്വസ്റ്റ്യൻസും വേണമെങ്കിൽ നമുക്ക് അറ്റൻഡ് ചെയ്യാനും സാധിക്കും. ദെൻ ലാസ്റ്റ് സെക്ഷനിൽ 10 മാർക്ക് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. അതിലേതെങ്കിലും 2 എണ്ണമാണ് അറ്റൻഡ് ചെയ്യേണ്ടത്. സിഗ്നേച്ചേഴ്സിലെ ഫസ്റ്റ് മൊഡ്യൂളിലെ ഫസ്റ്റ് ചാപ്റ്റർ ദ വേർഡ്, അതിൽ ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വാട്ട് ആർ വവ്വൽസ് കമ്പയർ ടു എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. വവ്വൽസിനെ എന്തുമായിട്ടാണ് കമ്പയർ ചെയ്തിട്ടുള്ളത്? ആൻസർ: വവ്വൽസ് ആർ കമ്പയർ ടു കളേർഡ് സ്റ്റോൺ, സിൽവർ ഫിഷ്, ഫോം, ത്രെഡ്, മെറ്റൽ ആൻഡ് ഡ്യൂ. ദെൻ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാൻ ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്. ഹൗ ഡസ് എൻ ഐഡിയ അണ്ടർഗോ എ കംപ്ലീറ്റ് ചേഞ്ച് അക്കോർഡിംഗ് ടു നെരൂദയുടെ അഭിപ്രായത്തിൽ എങ്ങനെയാണ് ഒരു ഐഡിയ കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ആവുന്നത്? അക്കോർഡിംഗ് ടു നെരൂദ, an idea goes through a complete change when one word shifted its place or another word settled down in a phrase that was not expecting it. ഒരു വേർഡ് അതിൻ്റെ പ്ലേസ് മാറിയിട്ട് വേറെ എവിടെയെങ്കിലും പ്ലേസ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരു ഫ്രേസിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത ഒരു വേർഡ് വന്നിട്ട് സെറ്റിൽ ചെയ്യുമ്പോഴോ വേർഡ് നമ്മൾ യൂസ് ചെയ്യുമ്പോഴാണ് ആ ഒരു ഐഡിയ കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ആയിട്ട് മാറുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: വാട്ട് വാസ് ലെഫ്റ്റ് ബിഹൈൻഡ് ബൈ ദ കോൺക്വിസ്റ്റേഡേഴ്സ് എന്താണ് അവിടെ ഉപേക്ഷിച്ച് പോയത്? വേർഡ്സ് വേർ ലെഫ്റ്റ് ബിഹൈൻഡ് ബൈ ദ കോൺക്വിസ്റ്റേഡേഴ്സ് അവിടെ ലെഫ്റ്റ് ചെയ്തിട്ട് പോയത് വേർഡ്സ് ആണ്. ദെൻ ലിസ്റ്റ് എ ഫ്യൂ സിമിലീസ് യൂസ്ഡ് ബൈ നെരൂദ ടു കമ്പയർ വേർഡ്സിനെ കമ്പയർ ചെയ്യാൻ വേണ്ടി നെരൂദ യൂസ് ചെയ്തിട്ടുള്ള സിമിലീസ്. വേർഡ്സ് ലൈക്ക് സ്റ്റാലക്ടൈറ്റ്സ്, ലൈക്ക് സിൽവേഴ്സ് ഓഫ് പോളിഷ്ഡ് വുഡ്, ലൈക്ക് കോൾസ്, പിക്കിങ്സ് ഫ്രം എ ഷിപ്പ്റക്ക്, ഗിഫ്റ്റ് ഫ്രം ദ വേവ്സ്, ഇങ്ങനെയൊക്കെയാണ് വേർഡ്സിനെ അദ്ദേഹം കമ്പയർ ചെയ്യുന്നത്. ഞാനീ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ ടെക്സ്റ്റിൽ തന്നെ എക്സസൈസിൽ 1 or 2 സെൻറ്റൻസിൽ ആൻസർ ചെയ്യാൻ തന്നിട്ടുള്ള ക്വസ്റ്റ്യനും അതുപോലെ പാരഗ്രാഫായിട്ട് ആൻസർ ചെയ്യാൻ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസുമാണ്. ഈ പറയുന്ന ക്വസ്റ്റ്യൻസൊക്കെ നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ടെക്സ്റ്റിൽ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിർബന്ധമായിട്ടും എല്ലാവരും പഠിച്ചിട്ട് എക്സാം എഴുതാനായിട്ട് ശ്രമിക്കുക. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ള ക്വസ്റ്റ്യൻസാണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്: ഐ ലീവ് ദം ഇൻ പോയം ലൈക്ക് സ്റ്റാലക്ടൈറ്റ്സ്, എക്സ്പ്ലെയിൻ ബ്രീഫ്ലി. പോയത്തിൽ വേർഡ്സിനെ സ്റ്റാലക്ടൈറ്റ് പോലെയാണ് ഉപേക്ഷിക്കുന്നത് എന്ന് നെരൂദ പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ സ്റ്റാലക്ടൈറ്റ് എന്താണെന്ന് നമ്മൾ ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യാം. എ സ്റ്റാലക്ടൈറ്റ് ഈസ് എ ടേപ്പറിംഗ് സ്ട്രക്ചർ ഹാങ്ങിങ് ലൈക്ക് എൻ ഐസിക്കിൾ ഫ്രം ദ റൂഫ് ഓഫ് എ കേവ്. ഒരു കേവിൻ്റെ റൂഫിൽ നിന്ന് ഇങ്ങനെ മഞ്ഞ് ഉറ്റി നിൽക്കുന്നത് പോലെ നിൽക്കുന്ന ഒരു സ്ട്രക്ചറാണ് stalactite. You can see the stalactite in thousands of shapes. Neruda says that he used words in his poem like stalactite because a stalactite may appear as one thing to one viewer but another thing to another viewer. So are the words in the poem of Neruda. അപ്പോൾ നമുക്കൊരു സ്റ്റാലക്ടൈറ്റിനെ പലതരത്തിലുള്ള തൗസൻഡ്സ് ഓഫ് ഷേപ്പിൽ കാണാനായിട്ട് പറ്റും. നെരൂദ തൻ്റെ വാക്കുകളെ തൻ്റെ പോയത്തിൽ സ്റ്റാലക്ടൈറ്റുകളെ പോലെ ഉപയോഗിക്കുന്നു എന്ന് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ ഒരു സ്റ്റാലക്ടൈറ്റ് ഒരാൾക്ക് കാണുന്ന രീതിയിലായിരിക്കില്ല മറ്റൊരാൾക്ക് കാണുക. സോ നെരൂദയുടെ പോയത്തിൽ അദ്ദേഹം യൂസ് ചെയ്തുള്ള വേർഡ്സും അതുപോലെയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഡിസ്കസ് ദ ഡൊമസ്റ്റിക് ഇമേജസ് ദാറ്റ് സർഫേസ് ഇൻ ദ പാസേജ്. ഒരു പാസേജിൽ തന്നിട്ടുള്ള ഡൊമസ്റ്റിക് ഇമേജ് എന്ന് പറഞ്ഞാൽ ഹൗസ് ഹോൾഡ്, വീടുകളിൽ നടക്കുന്ന പ്രവർത്തനം, അങ്ങനത്തെ കാര്യങ്ങളെ സൂചിപ്പിക്കുന്ന തരത്തിലുള്ള ഇമേജസ് ആണ്. അപ്പോൾ ഈ ഒരു പോയത്തിൽ അത്തരത്തിലുള്ള ഇമേജ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഐ ട്രാപ്പ് ദം വേർഡ്സിനെ ട്രാപ്പ് ചെയ്യുന്നുണ്ട്, ക്ലീൻ ചെയ്യുന്നുണ്ട്, പീൽ ചെയ്യുന്നുണ്ട്. ഐ പീൽ ദം, I set myself in front of the dish, I stir them, I shake them, I drink them, I gulp them down, I mash them, I garnish them. ഇതൊക്കെയാണ് ഈ ഒരു പോയത്തിൽ തന്നിട്ടുള്ള ഡൊമസ്റ്റിക് ഇമേജസ്. സാധാരണ നമ്മൾ വീട്ടിൽ ചെയ്യുന്ന ഹൗസ് ഹോൾഡ് ജോലികൾ എങ്ങനെയൊക്കെയാണോ അതുപോലെ വരുന്ന ഇമേജസ് ആണ് ഡൊമസ്റ്റിക് ഇമേജസ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ: വാട്ട് ആർ ദ സർറിയലിസ്റ്റിക് എലമെൻറ്റ്സ് ഇൻ ദ പാസേജ്. ഈ ഒരു പാസേജിലെ സർറിയലിസ്റ്റിക് എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? സർറിയലിസ്റ്റിക് എലമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോയട്രിയിൽ മാത്രം കാണുന്നവയാണ്. നമുക്ക് നമ്മുടെ ഇമാജിനേഷനിൽ മാത്രം പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പം നേരത്തെ പറഞ്ഞ ഡൊമസ്റ്റിക് ഇമേജസിൻ്റെ ആൻസർ തന്നെയാണ് സർറിയലിസ്റ്റിക് ഇമേജ് ആയിട്ടും വരുന്നത്. കാരണം ആ കാര്യങ്ങൾ ഒരിക്കലും നമുക്ക് ചെയ്യാൻ പറ്റില്ല. വേർഡ്സിനെ നമുക്ക് ഒരിക്കലും ഡിഷ് പോലെ അതിൻ്റെ മുന്നിൽ പോയി ഇരിക്കാനോ അല്ലെങ്കിൽ അതിനെ ക്ലീൻ ചെയ്യാനോ പീൽ ചെയ്യാനോ ഒന്നും പറ്റില്ല. അത്തരത്തിൽ ഇമാജിനേഷനിൽ മാത്രം പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് സർറിയലിസ്റ്റിക് ഇമേജ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസറും നേരത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറും സെയിം ആണ്. നെക്സ്റ്റ് ചാപ്റ്റർ
പിൽഗ്രീം അറ്റ് ടിങ്കർ ക്രീക്ക്. ഇതിൽ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ക്വസ്റ്റ്യൻ റിഗാർഡിംഗ് ദ ക്രിയേറ്റർ ഓഫ് ദ യൂണിവേഴ്സ് ഈസ് അപ്രീഷിയേറ്റഡ് ബൈ ഡില്ലാഡ്. ക്രിയേറ്റർ ഓഫ് ദ യൂണിവേഴ്സ്, അതായത് ദൈവത്തിനെ കുറിച്ചുള്ള ഏതൊരു ക്വസ്റ്റ്യനാണ് ആനി ഡില്ലാഡ് അപ്രീഷിയേറ്റ് ചെയ്തിട്ടുള്ളത്. ദ ക്വസ്റ്റ്യൻ അപ്രീഷിയേറ്റഡ് ഈസ് ദ വൺ ആസ്ക്ഡ് ബൈ അള്ളാഹ് ഇൻ ദ ഖുറാൻ, ഡു യു തിങ്ക് ഐ മെയ്ഡ് ദ ഹെവൻ ആൻഡ് എർത്ത് ആൻഡ് ഓൾ ഇൻ ബിറ്റ്വീൻ ഇൻ ജസ്റ്റ്. ഖുറാനിൽ അള്ളാഹ് പറഞ്ഞിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് ആനി ഡില്ലാഡ് അപ്രീഷിയേറ്റ് ചെയ്തിട്ടുള്ളത്. ആ ഒരു ക്വസ്റ്റ്യനാണ്, ഭൂമിയും സ്വർഗവും അതിനിടയിലുള്ള എല്ലാം ഞാൻ വെറുതെ തമാശക്കുണ്ടാക്കിയതാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഈ ഒരു ക്വസ്റ്റ്യനും നല്ല റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്, ഹൗ ഡസ് ദ ജയൻറ്റ് വാട്ടർ ബഗ് അറ്റാക്ക് ദ ഫ്രോഗ്. എങ്ങനെയാണ് ജയൻറ്റ് വാട്ടർ ബഗ് ഒരു ഫ്രോഗിനെ അറ്റാക്ക് ചെയ്യുന്നത്. ആൻസർ, ഇറ്റ് ക്യാച്ചസ് ദ ഫ്രോഗ് വിത്ത് ഇറ്റ് സ്ട്രോങ് ലെഗ്സ്, ഹഗ്സ് ഇറ്റ് ടൈറ്റ് ആൻഡ് പാരലൈസസ് ഇറ്റ് വിത്ത് എൻസൈംസ് ഇൻജെക്റ്റഡ് ഡ്യൂറിങ് എ വിഷ്യസ് ബൈറ്റ്. ത്രൂ ദ പങ്ക്ചർ ഇറ്റ് ഷൂട്ട്സ് പോയ്സൺസ് ദാറ്റ് ഡിസോൾവ് ദ വിക്ടിംസ് മസിൽസ്, ബോൺസ് ആൻഡ് ഓർഗൻസ്. ദെൻ ദ ബഗ് സക്സ് ഔട്ട് ദ ഫ്രോഗ്സ് ബോഡി റെഡ്യൂസ്ഡ് ടു എ ജ്യൂസ്. ആദ്യം അതിനെ സ്ട്രോങ് ലെഗ് യൂസ് ചെയ്ത് ക്യാച്ച് ചെയ്യുന്നു, വളരെ ടൈറ്റായിട്ട് ഹഗ് ചെയ്യുന്നു. അതുപോലെ അതിൻ്റെ കൂടെ തന്നെ ഒരു വിഷ്യസ് ബൈറ്റിലൂടെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു എൻസൈം കുത്തിവെച്ചിട്ട് അതിനെ പാരലൈസ് ചെയ്യുന്നു. ആ ഒരു പങ്ക്ചറിൽ കൂടെ തന്നെ ആ ഒരു എൻസൈം കുത്തിവെച്ചത് കാരണം അതിൻ്റെ ബോഡിയിലെ മസിൽസും ബോൺസും ഓർഗൻസൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഡിസോൾവ് ആവുന്നു. ദെൻ ആ ഒരു വാട്ടർ ബഗ് ആ ഒരു ഫ്രോഗിൻ്റെ ബോഡി ഒരു ജ്യൂസ് പോലെ വലിച്ചു കുടിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വാട്ട് ഈസ് പാസ്കൽസ് ഒബ്സർവേഷൻ അബൌട്ട് ഗോഡ്. ഗോഡിനെ കുറിച്ചുള്ള പാസ്കലിൻ്റെ ഒബ്സർവേഷൻ എന്താണ്. പാസ്കൽസ് ഒബ്സർവേഷൻ അബൌട്ട് ഗോഡ് ഈസ് ദാറ്റ് ഹീ ഈസ് ഡ്യൂസ് അബ്സ്കോണ്ടിറ്റസ്. ഡ്യൂസ് അബ്സ്കോണ്ടിറ്റസ് എന്ന് പറഞ്ഞാൽ എ ഗോഡ് ഹൂ ഹൈഡ്സ് എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ 3 മാർക്കിനൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ കുറച്ച് കൂടുതൽ എഴുതണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഐൻസ്റ്റീൻസ് കോൺസെപ്റ്റ് ഓഫ് ഗോഡ് ആൻഡ് നാച്ചർ. ഗോഡിനെയും നാച്ചറിനെയും കുറിച്ചുള്ള ഐൻസ്റ്റീൻ്റെ കോൺസെപ്റ്റ് എന്താണ്. ഐൻസ്റ്റീൻ്റെ കോൺസെപ്റ്റ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഐൻസ്റ്റീൻ കോൺസെപ്റ്റ് ഈസ് ദാറ്റ് ഗോഡ് ഈസ് സബ്റ്റിൽ ബട്ട് നോട്ട് മലീഷ്യസ്. നാച്ചർ കൺസീൽസ് ഹെർ മിസ്റ്ററി ബൈ മീൻസ് ഓഫ് ഹെർ എസെൻഷ്യൽ ഗ്രാൻഡർ നോട്ട് ബൈ ഹെർ കണ്ണിങ്. ദൈവം സബ്റ്റിലാണ്, അങ്ങനെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒന്നല്ല ദൈവം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റ്. ബട്ട് നോട്ട് മലീഷ്യസ്, പക്ഷെ ദൈവം ഒരിക്കലും ക്രൂരനല്ല. അതുപോലെ തന്നെ നേച്ചർ അതിൻ്റെ എസെൻഷ്യൽ ഗ്രാൻഡർ കൺസീൽ ചെയ്യുന്നത് മിസ്റ്ററിയിലൂടെയാണ്, അല്ലാതെ കണ്ണിങ്ങിലൂടെ അല്ല എന്നുള്ളതാണ് ഐൻസ്റ്റീൻ്റെ കോൺസെപ്റ്റ്. ഇനി തേർഡ് ചാപ്റ്റർ ഐ സ്റ്റാൻഡ് വിത്ത് യു എഗെയിൻസ്റ്റ് ദ ഡിസോർഡർ എന്നുള്ള ജീനറ്റ് ആംസ്ട്രോങ്ങിൻ്റെ ചാപ്റ്റർ. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ക്വസ്റ്റ്യനാണ്, ഹൗ ഡു ദ ഒക്കനാഗൻസ് ട്രീറ്റ് ദ ബോഡി. ഒക്കനാഗൻസ് എങ്ങനെയാണ് അവരുടെ ബോഡിയെ ട്രീറ്റ് ചെയ്യുന്നത്. ദ ഒക്കനാഗൻസ് ട്രീറ്റ് ദ ബോഡി ആസ് സാക്രഡ്. ഇറ്റ് ഈസ് ദ കോർ ഓഫ് ദെയർ ബീങ് വിച്ച് പെർമിറ്റ്സ് ദ റെസ്റ്റ് ഓഫ് ദ സെൽഫ് ടു ബി. ദേ കൺസിഡർ ഇറ്റ് ആസ് ദ ഗ്രേറ്റസ്റ്റ് ഗിഫ്റ്റ് ഓഫ് ദെയർ എക്സിസ്റ്റൻസ്. അവരവരുടെ ബോഡീനെ ട്രീറ്റ് ചെയ്യുന്നത് സാക്രഡ് ആയിട്ടാണ്, പരിശുദ്ധമായിട്ടാണ്. അവരെ എക്സിസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒന്നായിട്ടാണ് അവരവരുടെ ബോഡീനെ കൺസിഡർ ചെയ്യുന്നതും. അതുപോലെ തന്നെ അവർ എക്സിസ്റ്റൻസിൻ്റെ ഒരു വലിയ ഗിഫ്റ്റായിട്ടാണ് അവർ ബോഡീനെ ട്രീറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് വേർഡ് കംസ് ക്ലോസസ്റ്റ് ടു ദ മീനിങ് ഓഫ് തിങ്കിങ് ഇൻ്റലക്ച്വൽ സെൽഫ്. അവരുടെ ഭാഷയിലുള്ള തിങ്കിങ് ഇൻ്റലക്ച്വൽ സെൽഫിനോട് ക്ലോസസ്റ്റ് ആയിട്ട് മീനിങ് വരുന്ന വേർഡ് ഏതാണെന്ന്. ദ വേർഡ് ദാറ്റ് കംസ് ക്ലോസസ്റ്റ് ടു ദ തിങ്കിങ് ഇൻ്റലക്ച്വൽ സെൽഫ് ഈസ് ദ സ്പാർക്ക് ദാറ്റ് ഇഗ്നൈറ്റ്സ്. ദ സ്പാർക്ക് ദാറ്റ് ഇഗ്നൈറ്റ്സ് എന്നുള്ളതാണ് അതിനോട് ക്ലോസറായിട്ട് മീനിങ് വരുന്ന വേർഡ്. ഇനി പറയാൻ പോകുന്നത് വരാൻ ചാൻസ് ഉള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പോൾ പറഞ്ഞ 2 ക്വസ്റ്റ്യനും റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. വാട്ട് ഡസ് ദ ഒക്കനാഗൻ വേർഡ് ഫോർ അവർ സെൽസ് മീൻ. അവർ സെൽസ് എന്നുള്ളതിൻ്റെ ഒക്കനാഗൻ വേർഡ് എന്താണെന്ന്. അതിൻ്റെ മീനിങ്, ആ ഒരു ഒക്കനാഗൻ വേർഡിൻ്റെ മീനിങ് ആണ് ദ വൺസ് ഹു ആർ ഡ്രീം ആൻഡ് ലാൻഡ് ടുഗെദർ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ദ 4 മെയിൻ കപ്പാസിറ്റീസ് ദാറ്റ് ഓപ്പറേറ്റ് ടുഗെദർ വെൻ ദ ഒക്കനാഗൻസ് സ്പീക്ക് ഓഫ് ദംസെൽവ്സ് ആസ് ഇൻഡിവിജ്വൽസ്. ഒക്കനാഗൻസ് അവരെക്കുറിച്ച് ഇൻഡിവിജ്വൽസ് എന്ന നിലയിൽ സംസാരിക്കുമ്പോൾ വരുന്ന 4 മെയിൻ കപ്പാസിറ്റീസ് ഏതൊക്കെയാണ്. ദ ഫിസിക്കൽ സെൽഫ്, ദ ഇമോഷണൽ സെൽഫ്, ദ തിങ്കിങ് ഇൻ്റലക്ച്വൽ സെൽഫ് ആൻഡ് ദ സ്പിരിച്വൽ സെൽഫാണ് ആ ഒരു 4 മെയിൻ കപ്പാസിറ്റീസ്. നെക്സ്റ്റ് പോയം നെല്ലി വോങ്ങിൻ്റെ വെൻ ഐ വാസ് ഗ്രോയിങ് അപ്പ് എന്നുള്ള പോയാണ്. ഈ പോയത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഹു ആർ ദ ലക്കി ഗേൾസ്. ഓദറിൻ്റെ കോൺസെപ്റ്റിൽ ലക്കി ഗേൾസ് ആരായിരുന്നു. ദ ലക്കി ഗേൾസ് വേർ ദ റിച്ച് വൈറ്റ് ഗേൾസ് ആൻഡ് സം യെല്ലോ ഗേൾസ് വിത്ത് ദെയർ കോട്ടൺ ഡ്രസ്സസ് ആൻഡ് ഇമ്പോർട്ടഡ് കാശ്മീർ സ്വെറ്റേഴ്സ് ആൻഡ് ദെയർ കേളി ഹെയർ. റിച്ച് ആയിട്ടുള്ള വൈറ്റ് ഗേൾസും ചില യെല്ലോ ഗേൾസും
ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള കോട്ടൺ ഡ്രസ്സ് ധരിച്ചിരുന്ന, അതുപോലെ ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള കാശ്മീർ സ്വെറ്റേഴ്സും കേളി ഹെയറും ഒക്കെ ഉള്ള ഗേൾസിനെയാണ് ഓതർ ലക്കി ഗേൾസ് ആയിട്ട് കണക്കാക്കിയിരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദ ഡിസ്ക്രിമിനേഷൻ പ്രാക്ടീസ്ഡ് എമംഗ് ദ സിബ്ലിങ്സ് ദാറ്റ് മേക്ക് ദ പോയിറ്റ് ഫീൽ ക്രഷ്ഡ് ബിറ്റ്വീൻ ഹൈ വാൾസ്? അവരുടെ സിബ്ലിങ്സിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്ന ഒരു ഡിസ്ക്രിമിനേഷൻ, ഏതൊരു ഡിസ്ക്രിമിനേഷനും കാരണമാണ് അവർക്ക് ഹൈ വാളുകൾക്കിടയിൽ ചെന്നിട്ട് ക്രഷ് ചെയ്യപ്പെടുന്ന പോലെ ഫീൽ ആയത്. ദ പോയിറ്റ് സിസ്റ്റേഴ്സ് ഹാഡ് ഫെയർ സ്കിൻ ആൻഡ് സോ ദേ ഗോട്ട് പ്രൈസ്ഡ് ഫോർ ദെയർ ബ്യൂട്ടി. ദിസ് മെയ്ഡ് ദ പോയിറ്റ് ഫീൽ ക്രഷ്ഡ് ബിറ്റ്വീൻ ഹൈ വാൾസ്. പോയിറ്റിൻ്റെ സിസ്റ്റേഴ്സൊക്കെ നല്ല ഫെയർ സ്കിന്നുള്ളവരും അതുകൊണ്ട് തന്നെ അവരെല്ലാവരും പ്രൈസ് ചെയ്തിരുന്നു, അഭിനന്ദിച്ചിരുന്നു. ആ ഒരു സമയത്ത് പോയിറ്റിന് രണ്ട് വാളുകൾക്കിടയിലിട്ട് ക്രഷ് ചെയ്യുന്നത് പോലെ ഒരു ഫീലിംഗ് ആണ് ഉണ്ടായിരുന്നത്. നെക്സ്റ്റ് വരാൻ ചാൻസ് ഉള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് വാസ് റിഗാർഡഡ് ആസ് അൺ അമേരിക്കൻ? എന്താണ് അൺ അമേരിക്കൻ എന്നുള്ളതായിട്ട് പോയിറ്റ് കണക്കാക്കിയിരുന്നത്? നോട്ട് ഈറ്റിംഗ് അമേരിക്കൻ ഫുഡ്, നോട്ട് ഫോളോയിങ് അമേരിക്കൻ സ്റ്റൈൽ, നോട്ട് ഹാവിങ് വൈറ്റ് സ്കിൻ ആൻഡ് ഹാവിങ് ബോൺ ഓഫ് ചൈനീസ് പാരൻസ്. ഇതൊക്കെയായിരുന്നു പോയിട്ട് അൺ അമേരിക്കനായിട്ട് കണക്കാക്കിയിരുന്നത്. അമേരിക്കൻ ഫുഡ് കഴിക്കാതിരിക്കുന്നത്, അമേരിക്കൻ സ്റ്റൈല് ഫോളോ ചെയ്യാതിരിക്കുന്നത്, അതുപോലെ വൈറ്റ് സ്കിൻ ഇല്ലാത്തൊരു അവസ്ഥ, അതുപോലെ ചൈനീസ് പാരൻസിൻ്റെ കുട്ടിയിൽ ജനിക്കുക, ഇതൊക്കെ ഒരു അൺ അമേരിക്കൻ ആണ് എന്നാണ് പോയിട്ട് കണക്കാക്കിയിരുന്നത്. ദെൻ വാട്ട് ഈസ് ദ ട്രാൻസിഷൻ സജസ്റ്റഡ് ഇൻ ദ കൺക്ലൂഡിങ് ലൈൻസ് ഓഫ് ദ പോയം? പോയത്തിൻ്റെ കൺക്ലൂഡിങ് ലൈൻസിൽ കാണിക്കുന്ന ട്രാൻസിഷൻ, ഒരു മാറ്റം കാണിക്കുന്നുണ്ട്, അതെന്താണെന്ന്. ഇൻ കൺക്ലൂഡിങ് ലൈൻസ് എ സെൽഫ് റിയലൈസേഷൻ ഈസ് എഫക്റ്റഡ് ആസ് ഷീ ഡിസ്കവർ ഹെർ എത്നിക് ഐഡൻറ്റിറ്റി. കൺക്ലൂഡിങ് ലൈൻസിൽ അവർക്കൊരു സെൽഫ് റിയലൈസേഷൻ വരികയാണ്, കാരണം അവരവരുടെ എത്നിക് ഐഡൻറ്റിറ്റി വീണ്ടും തിരിച്ച് ഡിസ്കവർ ചെയ്യുകയാണ്. She reconciles with her Christian American identity, thereby breaking away from the stereotype of Western culture. അവരുടെ ക്രിസ്ത്യൻ അമേരിക്കൻ ഐഡൻറ്റിറ്റിയുമായിട്ട് മുന്നോട്ട് ജീവിക്കാൻ വേണ്ടി അവർ തീരുമാനിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു വെസ്റ്റേൺ കൾച്ചറിൻ്റെ കുറിച്ചുള്ള ഒരു സ്റ്റീരിയോ ടൈപ്പ് കോൺസെപ്റ്റിൽ നിന്ന് അവർ ബ്രേക്കിംഗ് എവേ, അതിൽ നിന്ന് അവർ രക്ഷപ്പെട്ടു പോവുകയാണ്. നെക്സ്റ്റ് ചാപ്റ്ററാണ് ഹെറോൾഡ് പിൻറ്ററിൻ്റെ ആർട്ട്, ട്രൂത്ത് ആൻഡ് പൊളിറ്റിക്സ്. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്തു വന്നിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വൈ ഡസ് പിൻറ്റർ സേ ദാറ്റ് ട്രൂത്ത് ഇൻ ഡ്രാമ ഈസ് ഫോർ എവർ എലൂസീവ്? എന്തുകൊണ്ടാണ് പിൻറ്റർ ട്രൂത്ത് ഇൻ ഡ്രാമ എന്നുള്ളത് ഫോർ എവർ എലൂസീവ് ആണ് എന്ന് പറയുന്നത്? എലൂസീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൈപ്പിടിയിൽ ഒതുങ്ങാത്തത്. പിൻറ്റർ സേസ് ദാറ്റ് ദ ട്രൂത്ത് ഇൻ ഡ്രാമ ഈസ് ഫോർ എവർ എലൂസീവ് ബിക്കോസ് ദർ ഈസ് നെവർ എനി സച്ച് തിങ് ആസ് വൺ ട്രൂത്ത് ടു ബി ഫൗണ്ട് ഇൻ എ ഡ്രാമാറ്റിക് ആർട്ട്. ഇൻഫാക്ട് ദർ വിൽ ബി മെനി ട്രൂത്ത്സ്. ഒരു ഡ്രാമയിൽ, ഡ്രാമാറ്റിക് ആർട്ടിൽ വൺ ട്രൂത്ത് എന്ന് പറഞ്ഞൊരു സംഭവം ശരിക്കും ഇല്ല. യഥാർത്ഥ സത്യം എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല. ഒരുപാട് ട്രൂത്തുകളായിരിക്കും ഉണ്ടായിരിക്കുക. അതുകൊണ്ടാണ് അതൊരു എലൂസീവ് ആണ് എന്ന് പിൻറ്റർ പറയുന്നത്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഡു യു മീൻ ബൈ ലോ ഇൻറ്റൻസിറ്റി കോൺഫ്ലിക്റ്റ്? ലോ ഇൻറ്റൻസിറ്റി കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലോ ഇൻറ്റൻസിറ്റി കോൺഫ്ലിക്റ്റ് മീൻസ് കില്ലിംഗ് ദ പീപ്പിൾ സ്ലോലി. ഇഫ് യു ഡ്രോപ്പ് എ ബോംബ് പീപ്പിൾ വിൽ die fast, but if you infect the heart of the people they will die very slowly, and this way you can subdue people without dropping any bomb. അപ്പോൾ ലോ ഇൻറ്റൻസിറ്റി കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകളെ സ്ലോ ആയിട്ട് കൊല്ലുക എന്നുള്ളതാണ്. നമ്മളൊരു ബോംബ് യൂസ് ചെയ്തിട്ടാണ് ആളുകളെ കൊല്ലുന്നെങ്കിൽ അവർ പെട്ടെന്ന് മരിക്കും. പക്ഷെ അതിന് പകരം അവരെ ഹേർട്ടിനെ ഇൻഫെക്റ്റ് ചെയ്തിട്ടാണെങ്കിൽ അവർ വളരെ സ്ലോ ആയിട്ടാണ് മരിക്കുക. ആ ഒരു മെത്തേഡിലൂടെ നമുക്ക് ഒരു ബോംബ് ഡ്രോപ്പ് ചെയ്തിട്ട് ആളുകളെ കൊല്ലേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് ചാപ്റ്റർ ചാർലി ചാപ്ലിൻ്റെ ദ ഗ്രേറ്റ് ഡിക്റ്റേറ്റർ എന്നുള്ള മൂവിയിലെ ഫൈനൽ സ്പീച്ച് ഇൻ ദ മൂവി ദ ഗ്രേറ്റ് ഡിക്റ്റേറ്റർ. അതിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് അക്കോർഡിംഗ് ടു ചാപ്ലിൻ ആർ ദ ക്വാളിറ്റീസ് വിത്തൗട്ട് വിച്ച് ലൈഫ് വിൽ ബി വയലൻറ്റ്? ചാപ്ലിൻ്റെ അഭിപ്രായത്തിൽ ഏതൊരു ക്വാളിറ്റീസ് ഇല്ലാതാവുമ്പോഴാണ് ലൈഫ് വയലൻ്റ് ആയിട്ട് മാറുന്നത്? അക്കോർഡിംഗ് ടു ചാപ്ലിൻ ദ ക്വാളിറ്റീസ് വിത്തൗട്ട് വിച്ച് ലൈഫ് വിൽ ബി വയലൻറ്റ് ആർ ഹ്യൂമാനിറ്റി, കൈൻഡ്നെസ് ആൻഡ് ജെൻറ്റിൽനെസ്. ഈ ഒരു 3 ക്വാളിറ്റി ഇല്ലാതാവുമ്പോഴാണ് ലൈഫ് വയലൻ്റ് ആയിട്ട് മാറുന്നത് എന്നാണ് ചാർലി ചാപ്ലിൻ പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് ചാപ്റ്റർ എ സോളിറ്ററി ഹ്യൂമൻ വോയിസ് എക്സെപ്റ്റ് ഫ്രം ദ വോയിസസ് ഫ്രം ചെർണോബിൽ എന്നുള്ള ചാപ്റ്ററാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വൈ വാസ് ല്യൂഡ്മില്ല നോട്ട് അലൗഡ് ടു ഗോ നിയർ ഹർ ഹസ്ബൻഡ്? എന്തുകൊണ്ടാണ് ല്യൂഡ്മില്ല എന്ന് പറയുന്ന സ്ത്രീയെ അവരുടെ ഹസ്ബൻഡിൻ്റെ അടുത്ത് പോവാൻ അനുവദിക്കാതിരുന്നത്? ആൻസർ, ഷി വാസ് നോട്ട് അലൗഡ് ടു ഗോ നിയർ ഹർ ഹസ്ബൻഡ് ബിക്കോസ് ഹി ആൻഡ് ദ ആംബുലൻസ് ഇൻ വിച്ച് ഹി ലേ വേർ റേഡിയോ ആക്റ്റീവ്. അദ്ദേഹം കിടന്നിരുന്ന ആംബുലൻസും റേഡിയോ ആക്റ്റീവ് ആയതുകൊണ്ടാണ് അവരുടെ ഹസ്ബൻഡിൻ്റെ അടുത്ത് പോകാനായിട്ട് അനുവദിക്കാതിരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡിഡ് ല്യൂഡ്മില്ല നെയിം ഹെർ ബേബി ആൻഡ് വൈ? ല്യൂഡ്മില്ല അവരുടെ കുട്ടിക്ക് കൊടുത്ത പേരെന്താണ്
ആൻഡ് അതിൻ്റെ റീസൺ എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ നറ്റാഷങ്ക. ബിക്കോസ് വാസിലി ഇഗ്നാറ്റെങ്കോ ഹാഡ് ടോൾഡ് ഹെർ ബിഫോർ ഹിസ് ഡെത്ത് ടു ഗീവ് ദ ബേബി ദ നെയിം നടാഷ ഇഫ് ഷീ ഗേവ് ബർത്ത് ടു എ ബേബി ഗേൾ. നടാഷങ്ക എന്നുള്ളതാണ് അവർ കൊടുത്ത പേര്. കാരണം എന്താ വെച്ചാൽ അവരുടെ ഹസ്ബൻഡായിട്ടുള്ള വാസിലി ഇഗ്നാറ്റെങ്കോ മരിക്കുന്നതിന് മുമ്പ് അവൾ ജന്മം കൊടുക്കുന്നത് ഒരു പെൺകുട്ടിക്കാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേര് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർ ആ ഒരു പേര് കൊടുത്തത്. നെക്സ്റ്റ് ചാപ്റ്റർ ജാനീസ് മേരി കിറ്റാനിയുടെ ബ്രേക്കിംഗ് ദ സൈലൻസ്. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വൈ ഡിഡ് ഷീ സേ ദാറ്റ് സൈലൻസ് വാസ് ബെറ്റർ? എന്തുകൊണ്ടാണ് അവർ സൈലൻസ് ആണ് ബെറ്റർ എന്ന് പറയാനുള്ള കാരണം? ഷീ സെഡ് സൈലൻസ് വാസ് ബെറ്റർ ബിക്കോസ് ഇൻ ദ സർക്കംസ്റ്റൻസസ് ഇറ്റ് ഈസ് മോർ യൂസ്ഫുൾ, ഈസിയർ ആൻഡ് എക്സ്പീഡിയൻറ്റ്. ആസ് ദേ വർ ഇൻ കോൺസെൻട്രേഷൻ ക്യാമ്പ് ദർ വാസ് നോ പോയിൻറ്റ് ഇൻ മേക്കിംഗ് എനി നോയ്സ്. അവരങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അവർ ജീവിക്കുന്ന ആ ഒരു സർക്കംസ്റ്റൻസിൽ സൈലൻസ് ആയിരുന്നു ഏറ്റവും കൂടുതൽ യൂസ്ഫുള്ളും ഈസിയറും എക്സ്പീഡിയൻ്റ് ആയിട്ടുള്ള ഒന്ന്. കാരണം അവർ കോൺസെൻട്രേഷൻ ക്യാമ്പിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു നോയ്സ് ഉണ്ടാക്കുക എന്നുള്ളതുകൊണ്ട് വലിയൊരു കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. നെക്സ്റ്റ് ചാപ്റ്റർ ആൻ ഫ്രാങ്കിൻ്റെ ഡയറിയാണ്, ദ ഡയറി ഓഫ് എ യങ് ഗേൾ. അതിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, വൈ ഡിഡ് ആൻസ് ഫാദർ ട്രൈ ടു ഡെലീറ്റ് പോർഷൻസ് ഓഫ് ഹെർ ഡയറി? എന്തുകൊണ്ടാണ് ആൻ ഫ്രാങ്കിൻ്റെ ഫാദർ അവരുടെ ഡയറിയിലെ പല ഭാഗങ്ങളും ഒഴിവാക്കാനായിട്ട് അല്ലെങ്കിൽ ഇല്ലാണ്ടാക്കാനായിട്ട് ശ്രമിച്ചത്? ആൻസ് ഫാദർ ട്രൈ ടു ഡെലീറ്റ് പോർഷൻസ് ഓഫ് ഹെർ ഡയറി ബിക്കോസ് ഇൻ ദ ഡയറി ആൻ frankly discloses the things about her sexuality and the conflict between her parents. അവളുടെ ഡയറിയിൽ അവളുടെ സെക്ഷുവാലിറ്റിനെ കുറിച്ചിട്ട് വളരെ ഫ്രാങ്ക് ആയിട്ടും അതുപോലെ തന്നെ അവളുടെ പാരൻസ് തമ്മിലുള്ള കോൺഫ്ലിക്റ്റിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവളുടെ ഫാദർ അത് ഡെലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ സീക്രട്ട് ആനെക്സ്? സീക്രട്ട് ആനെക്സ് എന്താണ്? ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ഈ ഒരു ചാപ്റ്ററിൻ്റെ ഇൻട്രൊഡക്ഷനിൽ നിന്നാണ്. അപ്പോൾ ആ ഒരു ഭാഗത്തു നിന്നും ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. ഇറ്റ് വാസ് ദ ഹൈഡ് ഔട്ട് ആൻ ഫ്രാങ്ക് ആൻഡ് ഹെർ ഫാമിലി ഫ്ലഡ് ഇൻ ടു വെൻ ദേ വർ ഇൻ ഡേഞ്ചർ. അവർ ഡേഞ്ചറിലായിരുന്ന സമയത്ത് അവർ ചെന്നിട്ടുള്ള ആ ഒരു ഹൈഡ് ഔട്ടാണ് ഈ ഒരു അന്നെക്സ് എന്ന് പറയുന്നത്. ദ ഡോർ ഓഫ് വിച്ച് വാസ് ഹിഡൻ ബൈ ബുക്ക് ഷെൽസ് വിച്ച് ആൻ കോൾസ് സീക്രട്ട് അന്നെക്സ്. അതിൻ്റെ ഒരു ഡോർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബുക്ക് ഷെൽസ് യൂസ് ചെയ്ത് ഹൈഡ് ചെയ്തിട്ടുള്ള ഒന്നായിരുന്നു. അതുകൊണ്ട് തന്നെ ആൻ ഫ്രാങ്ക് അതിനെ അന്നെക്സ് എന്നാണ് വിളിച്ചിരുന്നത്. നെക്സ്റ്റ് ചാപ്റ്റർ ദ സീക്രട്ട് ഡയറി ഓഫ് അഡ്രിയാൻ മോൾ ഏജ്ഡ് 13 3/4 ബൈ സ്യൂ ടൗൺസെൻഡ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡസ് മോൾ കമ്പയർ ഹിസ് ഫാദർ ടു പ്രസിഡന്റ് റിയാഗൻ? എങ്ങനെയാണ് അഡ്രിയാൻ മോൾ തൻ്റെ ഫാദറിനെ പ്രസിഡന്റ് റിയാഗനുമായിട്ട് കമ്പയർ ചെയ്യുന്നത്? പ്രസിഡന്റ് റിയാഗൻ ഈസ് 17 ആൻഡ് ഹി has to carry the world's safety on his shoulder, yet he is always smiling and looking cheerful. But Mo's father is 41 and he has no work and no worry, but still he looks old and haggard. പ്രസിഡന്റ് റിയാഗൻ 70 വയസ്സാണ്. അദ്ദേഹം ഈ ഒരു ലോകത്തിൻ്റെ സേഫ്റ്റി മുഴുവൻ അദ്ദേഹത്തിൻ്റെ ഷോൾഡറിലാണ് ചുമന്ന് കൊണ്ടുപോകുന്നത്. പക്ഷേ എന്നിരുന്നാൽ കൂടി അദ്ദേഹം എപ്പോഴും സ്മൈലിംഗ് ചെയ്തിട്ടും ചിയർഫുള്ളായിട്ടാണ് കാണപ്പെടുന്നത്. പക്ഷേ മോളിൻ്റെ ഫാദറിന് വെറും 41 വയസ്സ് മാത്രമാണ് പ്രായം. പ്രത്യേകിച്ച് ജോലിയോ അല്ലെങ്കിൽ വെറീസോ ഒന്നുമില്ല. എങ്കിൽ കൂടി അദ്ദേഹം വളരെയധികം ഓൾഡും ഹെഗാർഡുമായിട്ട് തോന്നുന്നു. പ്രായം കൂടിയിട്ട് വളരെയധികം ക്ഷീണിതനായിട്ട് കാണപ്പെടുന്നുണ്ട്. ഇനി ആ ഒരു ചാപ്റ്ററിൽ വന്നിട്ടുള്ള വേറൊരു ക്വസ്റ്റ്യനാണ്, ലാച്ച്കി കിഡ് എന്നുള്ളത് എന്താണ്? ആ ഒരു ടേമിൻ്റെ മീനിങ് അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ദ എക്സ്പ്രഷൻ ലാച്ച്കി കിഡ്. അതിൻ്റെ ആൻസർ, ലാച്ച്കി കിഡ് ഈസ് എ ചൈൽഡ് ഹൂ ഈസ് അറ്റ് ഹോം വിത്തൗട്ട് അഡൾട്ട് സൂപ്പർവിഷൻ ഫോർ സം പാർട്ട് ഓഫ് ദി ഡേ, എസ്പെഷ്യലി ആഫ്റ്റർ സ്കൂൾ അണ്ടിൽ എ പാരൻറ്റ് റിട്ടേൺസ് ഫ്രം വർക്ക്. ലാച്ച്കി കിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഒരു കുട്ടിയാണ്. പാരൻറ്റിൻ്റെ അല്ലെങ്കിൽ അഡൾട്ടിൻ്റെ സൂപ്പർവിഷനൊന്നും ഇല്ലാതെ ഒരു ദിവസത്തിൽ കുറച്ച് സമയത്ത് വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഒരു കുട്ടീനെയാണ് ലാച്ച്കി കിഡ് എന്ന് പറയുക. പ്രത്യേകിച്ച് ഒരു സ്കൂൾ കഴിഞ്ഞ് വന്നിട്ട് വീട്ടിൽ ഒറ്റയ്ക്ക് ഇരുന്ന കുട്ടികളെ. കാരണം പാരൻസ് വർക്കിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരിക്കില്ല. അത്തരത്തിലുള്ള കുട്ടികൾക്കാണ് ലാച്ച്കി കിഡ് എന്ന് പറയുന്നത്. ഇനി ഒരു എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് വാസ് അഡ്രിയാൻസ് ഫാദേഴ്സ് റെസ്പോൺസ് വെൻ ഹി ആസ്ക്ഡ് ഹിസ് ഫാദർ അബൌട്ട് അസേർട്ടീവ് ട്രെയിനിങ്? അഡ്രിയാൻ മോള് അദ്ദേഹത്തിൻ്റെ ഫാദറിനോട് അസേർട്ടീവ് ട്രെയിനിങ്ങിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ റെസ്പോൺസ് എന്തായിരുന്നു? He said, God knows, but whatever it is, it's bad news for me. അദ്ദേഹം കൊടുത്ത മറുപടി, ദൈവത്തിന് അറിയാം, പക്ഷെ അത് എന്തായാലും എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു ബാഡ് ന്യൂസ് ആണ് എന്നതായിരുന്നു അദ്ദേഹം കൊടുത്ത മറുപടി. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു റെസ്പോൺസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഡസ് അഡ്രിയാൻ ക്രിട്ടിസൈസസ് ഹിസ് സ്കൂൾ ടീച്ചേഴ്സ്? എന്തുകൊണ്ടാണ് അഡ്രിയാൻ മോള് അദ്ദേഹത്തിൻ്റെ സ്കൂൾ ടീച്ചേഴ്സിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നത്? അഡ്രിയാൻ ക്രിട്ടിസൈസസ് ഹിസ് സ്കൂൾ ടീച്ചേഴ്സ് ബിക്കോസ് none of them recognized that he was an intellectual and he would become famous later on. ആ ഒരു കുട്ടി ഒരു ഇൻ്റലക്ച്വൽ ആണെന്നും പിന്നീട് ഫേമസ് ആവാനുള്ള ഒരു കുട്ടിയാണെന്ന് അവരാരും തിരിച്ചറിഞ്ഞില്ല. അതുകൊണ്ടാണ് ആ ഒരു കുട്ടി അവരെല്ലാവരും ക്രിട്ടിസൈസ് ചെയ്തിരുന്നത്. നെക്സ്റ്റ് ചാപ്റ്റർ ദ ലെറ്റേഴ്സ് ഫ്രം ദ മദർ ഓഫ് നെഞ്ചംപറമ്പ് ടു ദ സുപ്രീം കോർട്ട് എന്നുള്ള ചാപ്റ്ററാണ്. ഒരു ചാപ്റ്ററിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ,
വാട്ട് ഈസ് ദ ഫിഗർ ഓഫ് സ്പീച്ച് ഇൻ മക്കാബ്രെ ഡാൻസ് ഓഫ് ഡെത്ത്? മക്കാബ്രെ ഡാൻസ് ഓഫ് ഡെത്ത് എന്നുള്ളതിൽ യൂസ് ചെയ്തിട്ടുള്ള ഫിഗർ ഓഫ് സ്പീച്ച് എന്താണെന്ന്. അവിടെ യൂസ് ചെയ്തിട്ടുള്ള ഫിഗർ ഓഫ് സ്പീച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേഴ്സണിഫിക്കേഷൻ ആണ്. കാരണം ഡെത്ത് നൃത്തം ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഡെത്തിനെ പേഴ്സണിഫൈ ചെയ്തിരിക്കുകയാണ്. സോ ദ ആൻസർ ഈസ് പേഴ്സണിഫിക്കേഷൻ. ഡെത്ത് ഈസ് സ്പോക്കൺ ഓഫ് ആസ് എ ഡാൻസർ. ഡെത്തിനെ ഒരു ഡാൻസറിനെ പോലെയാണ് ഡെത്തിനെ കുറിച്ച് അവിടെ സംസാരിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഡു ദ വുമൻ ഫിയർ കൺസെപ്ഷൻ ടു അബോഷൻ? എന്തുകൊണ്ടാണ് അവിടുത്തെ സ്ത്രീകൾ അബോഷനേക്കാൾ കൂടുതൽ കൺസെപ്ഷനെ ഫിയർ ചെയ്യുന്നത് എന്ന്. ദേ ഫിയർ കൺസെപ്ഷൻ ആൻഡ് നോട്ട് അബോഷൻ ബിക്കോസ് വെൻ ദേ കൺസീവ് ദേ ആർ വെറീഡ് ദാറ്റ് ഇഫ് ദ ചൈൽഡ് വിൽ ബി ബോൺ വിത്ത് എ swollen head and with other genetic defects and problems. They don't fear abortion because there is the MTP Act and so they won't have any legal problems. അവരതിനെ ഫിയർ ചെയ്യാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ അവർ കൺസെപ്ഷൻ, അതായത് പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ആ ഒരു സമയത്ത് ആ ഒരു കുട്ടി എന്തെങ്കിലും സോളൻ ഹെഡായിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജനറ്റിക് ഡിഫക്റ്റ് ഉണ്ടായിട്ടാണോ ജനിക്കുക എന്നാലോചിച്ചിട്ടാണ് അവർ ടെൻഷൻ അടിക്കുന്നത്. അവർക്ക് അബോഷനെ പേടിയില്ല, കാരണം അവർക്ക് അവിടെ MTP ആക്ട് ഉണ്ട്. അതുകൊണ്ട് തന്നെ അബോഷൻ ചെയ്യുമ്പോൾ അവർക്ക് ലീഗലായിട്ട് ഒരു ഇഷ്യൂസും ഉണ്ടാവില്ല. ലാസ്റ്റ് ചാപ്റ്ററാണ് ദ ലെറ്റർ ടു അഡോൾഫ് ഹിറ്റ്ലർ. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്, ഹൗ ഡസ് ഗാന്ധി വാൺ ഹിറ്റ്ലർ? എങ്ങനെയാണ് ഗാന്ധിജി ഹിറ്റ്ലറെ വാൺ ചെയ്യുന്നത് എന്ന്. ഹി വാൺസ് Hitler by saying that he may take temporary success by his violent attacks, but there is risk of someone coming with greater destructive power and defeating Hitler in his own game. അദ്ദേഹത്തിന് ചിലപ്പോൾ ടെമ്പററി ആയിട്ട് വയലൻ്റ് അറ്റാക്കുകൾ യൂസ് ചെയ്തിട്ട് സക്സസ് നേടിയെടുക്കാനായിട്ട് സാധിച്ചിരിക്കാം ഹിറ്റ്ലർക്ക്. പക്ഷേ ഇതിലുള്ള ഒരു റിസ്ക് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിനേക്കാൾ കൂടുതൽ ഡിസ്ട്രക്റ്റീവ് പവറുള്ള ഒരാൾ വരികയാണെങ്കിൽ അദ്ദേഹത്തിന് ഈ ഒരു ഹിറ്റ്ലറിൻ്റെ ഗെയിമിൽ ഹിറ്റ്ലറിനെ തന്നെ തോൽപ്പിക്കാനായിട്ട് ചിലപ്പോൾ സാധിച്ചിരിക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഗാന്ധിജി ഹിറ്റ്ലറിനെ വാൺ ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അവേഴ്സ് ഈസ് എ യുണീക്ക് പൊസിഷൻ എക്സ്പ്ലെയിൻ. ഗാന്ധിജി പറയുന്നുണ്ട് അവേഴ്സ് ഈസ് എ യുണീക്ക് പൊസിഷൻ എന്ന്. അത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറയുന്നത്. ഗാന്ധിജി സേസ് ദാറ്റ് അവേഴ്സ് ഈസ് എ യുണീക്ക് പൊസിഷൻ ബിക്കോസ് വി റെസിസ്റ്റ് ബ്രിട്ടീഷ് ഇമ്പീരിയലിസം നോ ലെസ് ദാൻ നാസിസം ആൻഡ് വി ഡോണ്ട് വാണ്ട് ദ സപ്പോർട്ട് ഓഫ് ദ നാസീസ് ടു ഫൈറ്റ് അഗെയിൻസ്റ്റ് ബ്രിട്ടീഷ്. അപ്പോൾ ഞങ്ങളുടേതൊരു യുണീക്ക് പൊസിഷനാണ് എന്ന് ഗാന്ധിജി പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ബ്രിട്ടീഷ് ഇമ്പീരിയലിസം എതിർക്കുന്ന അത്ര തന്നെ അവർ നാസിസത്തെയും എതിർക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ബ്രിട്ടീഷുകാരോട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നാസിക്കാരുടെ സപ്പോർട്ട് അവരൊരിക്കലും ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും, റിപ്പീറ്റഡ് ആയിട്ടുള്ള വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് മുഴുവനും ടെക്സ്റ്റിൽ ഓരോ ചാപ്റ്ററും കഴിഞ്ഞിട്ടുള്ള എക്സസൈസിൽ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പാരഗ്രാഫ് ക്വസ്റ്റ്യൻസും എസ്സേ ക്വസ്റ്റ്യൻസും ഒക്കെ അങ്ങനെ തന്നെയാണ് വരിക. അപ്പോൾ വീഡിയോയുടെ ലെങ്ത് കൂടണ്ട എന്ന് കരുതിയിട്ട് ഇതിൽ ഞാൻ ചില പാരഗ്രാഫ് ക്വസ്റ്റ്യൻസും ചില 2 സെൻറ്റൻസ് 3 സെൻറ്റൻസിൽ എഴുതേണ്ട ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും നിർബന്ധമായിട്ടും ടെക്സ്റ്റിലെ ചാപ്റ്റർ കഴിഞ്ഞതിനുള്ള എക്സസൈസിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് പഠിക്കുക. അത് തന്നെയാണ് റിപ്പീറ്റ് ചെയ്തിട്ട് എക്സാമിനും വരിക. ഫസ്റ്റ് മൊഡ്യൂളിലെ എല്ലാ ചാപ്റ്ററിൻ്റെയും ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ബാക്കിയുള്ള 2 മൊഡ്യൂൾസിൻ്റെയും മാക്സിമം ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കാം. എല്ലാവരും എന്തായാലും നിർബന്ധമായിട്ടും ഈ ഒരു എക്സസൈസുള്ള ക്വസ്റ്റ്യൻസ് നിർബന്ധമായിട്ടും പഠിച്ചു പോവുക. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. അപ്പോഴാണ് ഞാൻ ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്തെങ്കിലും ഒപ്പീനിയൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് സജസ്റ്റ് ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.